ഗുഡ് മോർണിംഗ് എവരിവൺ. ഒരു സൺഡേ മോർണിംഗ് ആണ്. സൺഡേ മോർണിംഗ് പൊതുവെ എല്ലാവർക്കും വേറെ ജോലിയൊന്നും ഉണ്ട്, സുഖമായിട്ട് കിടന്നുറങ്ങാം. പക്ഷേ എനിക്കിന്നൊരു ജോലി കിട്ടിയിട്ടുണ്ട്. ഐ ഹാവ് ടു ക്യാച്ച് ദാറ്റ് M5. അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കുന്ന ഒരു M5 ആണ്. ഡോക്ടർ നിർഭയകൃഷ്ണൻ്റെയാണ്. ഹീ ഈസ് ഇൻ ദാറ്റ് കാർ ആൻഡ് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ഐ ആം ഇൻ എ ലാംബോർഗിനി ഹുറാക്കാൻ വിത്ത് ആൻ STO കൺവേർഷൻ കിറ്റ് ഓൺ ഇറ്റ്. ഇവിടുന്ന് ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ വിൽ ഗോ ഫോർ ഇറ്റ്. ഒരു സൺഡേ മോർണിംഗ് തുടങ്ങാൻ ഇതിലും ബെറ്റർ വേ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് എൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ നേരത്തെ ഇതിനു മുമ്പ് ഐ വാസ് ഡ്രൈവിംഗ് ദ M5 ആൻഡ് ആ കാറ് ദാറ്റ് ഹാസ് ദ മേക്കിങ്സ് ഓഫ് എ സൂപ്പർ കാർ. അതൊരു 4 ഡോർ സെഡാൻ ആണെങ്കിലും ഇറ്റ് ഹാസ് ദ പെർഫോമൻസ് ഓഫ് എ സൂപ്പർ കാർ, ഇറ്റ് ഹാസ് എ ഹാൻഡ്ലിംഗ് ടു മാച്ച്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സൂപ്പർ കാർ ഈസ് സംതിങ് എൽസ്. കാരണം M5 പ്രാക്ടിക്കാലിറ്റിക്ക് വേണ്ടിയിട്ടും കൂടി ഡിസൈൻ ചെയ്തേക്കണം. യു ഹാവ് ദ എഞ്ചിൻ ഇൻ ദ ഫ്രണ്ട്, യു ഹാവ് ദ ഹോൾ ബോഡി വിച്ച് ക്യാൻ സീറ്റ് 4 പീപ്പിൾ. ഇതിൽ അങ്ങനത്തെ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ദിസ് ഈസ് എ മിഡ് എഞ്ചിൻ സൂപ്പർ കാർ. ദ വേ ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ്, ഇറ്റ് ഹാസ് ഓൺലി ഗോട്ട് വൺ ജോബ്. ദിസ് ഈസ് ഹൗ ഇറ്റ് ഗോസ്. So Huracan came out in 2013-14 ആ പീരീഡിലാണ് വന്നത്. ദിസ് ഇസ് ആൻ LP 610-4, അതായത് 610 എന്ന് പറയുന്നത് 610 ഹോഴ്സ് പവർ ആണ്. 4 എന്ന് പറയുന്നത് ഓൾ വീൽ ഡ്രൈവ് ആണെന്ന് കാണിക്കുന്നതാണ്. ആൻഡ് ഇത് അന്നത്തെ കാലത്ത് വെൻ ഇറ്റ് കെയിം ഔട്ട് ഇറ്റ് വാസ് റെവല്യൂഷണറി. അന്ന് ഗയാഡോ കഴിഞ്ഞിട്ട് ലാംബോർഗിനി വാസ് റീപ്ലേസിങ് ദെയർ സ്മോൾ ബേബി സൂപ്പർ കാർ ആൻഡ് അവർ ഹുറാക്കാൻ ഉണ്ടാക്കി. സോ എവറിത്തിങ് ഫ്രം ദ ഗയാഡോ, ആ ലേണിങ്സ് എല്ലാം എടുത്തിട്ടാണ് ഇതിലോട്ട് വന്നേക്കുന്നത്. സോ ഫസ്റ്റ് ജെൻ R8-ൻ്റെയും സെക്കൻഡ് ജെൻ R8-ൻ്റെയും ഇടയിലാണ് ഹുറാക്കാൻ ആക്ച്വലി വരുന്നത്. സോ ഇതിൻ്റെ കൺസ്ട്രക്ഷനും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവർ ദേ ഡിഡ്ന്റ് ഗോ ഓൾ ഔട്ട് വിത്ത് കാർബൺ ഫൈബർ, മോസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് അലൂമിനിയം. പക്ഷേ സെൻട്രലെട്ട് അതുപോലെ ബാക്കിലെ റിയർ ബൾക്ക് ഹെഡ് ഇതെല്ലാം കാർബൺ ആണ്. സോ ആ കോമ്പിനേഷൻ ലാംബോ പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് വണ്ടി ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ഓൾസോ അത് കാരണം അവർക്ക് റിപ്പയർസും ബാക്കി എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് ഈവൻ ഈസി ആയിട്ട് ഡു. ഒരു ഫുൾ കാർബൺ ടബ് റീപ്ലേസ് ചെയ്യണ അത്രയും കോസ്റ്റ് ഇല്ല. സോ അങ്ങനെയാണ് അവരത് ആ ഒരു ബോണ്ടഡ് ഒരു സ്ട്രക്ചറിലേക്ക് മാറിയത്. നമ്മളിന്നിപ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ടർബോ ചാർജർ എഞ്ചിൻസും ഇലക്ട്രിക് കാർസൊക്കെ ഓടിക്കുന്നുണ്ട്. പക്ഷേ ഒരു നാച്ചുറൽ ആസ്പിറേറ്റഡ് V10 എന്ന് പറയുന്നത് ദാറ്റ്സ് ഓൺ എ ഡിഫറെൻറ്റ് ലെവൽ. ആൻഡ് ലാംബോർഗിനിയുടെ V10 എന്ന് പറയുന്നത് ദാറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് ആനിമൽ. സോ ദിസ് ഹാസ് എ 90-degree V10. 90-degree എന്ന് പറയുമ്പോഴത്തേക്കും അത് പാക്കേജിങ് റീസൺസ് കൊണ്ട് ബുദ്ധിമുട്ടാണ്. യൂഷ്വലി ആരും 90-degree ഉണ്ടാക്കാറില്ല. 72 അല്ലെങ്കിൽ 72.5 ഒക്കെ ആയിരിക്കും സാധാരണ ഉണ്ടാവാറ്. ഈ V10 ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് സൗണ്ട്സ് ഡിഫറെൻറ്റ്. സോ V12 ആണെങ്കിൽ നമുക്കൊരു സ്ക്രീമിങ് സൗണ്ട് കിട്ടും. V8 ആണെങ്കിൽ ഒരു ഡീപ്പ് ഒരു റംബിൾ അല്ലെങ്കിൽ ഒരു റോർ പോലത്തെ കിട്ടും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് നമുക്ക് V10 ഉള്ള സൗണ്ട്. ആൻഡ് ഇറ്റ് സൗണ്ട്സ് ലൈക്ക് ദിസ്. ആൻഡ് ദിസ് ഇസ് ദ വേ ഇറ്റ് ഗോസ്. Oh my god. സോ ഈ എഞ്ചിന് കുറേ പ്രത്യേകതകളുണ്ട്. ഇതിലാണ് ആദ്യമായിട്ട് ഡയറക്റ്റ് ഇഞ്ചക്ഷനും അതുപോലെ തന്നെ മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷനും യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് രണ്ടിൻ്റെയും ബെനിഫിറ്റ്സ് കിട്ടും. അതേപോലെ തന്നെ ഇതിലാണ് ആദ്യമായിട്ട് ഒരു ലാംബോ ഒരു ഡ്യുവൽ ക്ലച്ച് ഗിയർ ബോക്സ് യൂസ് ചെയ്യുന്നത്. അതുവരെയുള്ള അവൻ്റെഡോർ ആയാലും ഇറ്റായുടെ സിംഗിൾ ക്ലച്ച്. ആൻഡ് ഈ ഡ്യുവൽ ക്ലച്ച് ഗിയർ ബോക്സ് മേക്സ് ഓൾ ദ ഡിഫറൻസ്. ഒരു 7 സ്പീഡാണ്. പോർഷെ അവരുടെ ഡ്യുവൽ ക്ലച്ചിന് PDK എന്ന് പറയുന്ന പോലെ ലാംബോർഗിനി അവരുടെ ഗിയർ ബോക്സിന് വിളിക്കുന്നത് LDF എന്നാണ്. ലാംബോർഗിനി ഡോപ്പയ ഫ്രിസിയോണെ എന്നാണ് ആ ഗിയർ ബോക്സിന് അവർ പറയുന്നത്. ഡ്യുവൽ ക്ലച്ച് എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണ്. സോ LDF വരും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞാൽ ആ സ്ലോഗനില്ലേ, അത് ആക്ച്വലി ലാംബോർഗിനിയുടെ കാര്യത്തിൽ ഭയങ്കര ശരിയായിരുന്നു. LDF വന്നതോടുകൂടി എല്ലാം ശരിയായി. നൗ ഇറ്റ്സ് എ വെരി ഫാസ്റ്റ് ഗിയർ ബോക്സ്. സോ ഈ ഒരു പോയിന്റിൽ നിന്ന് ഐ ജസ്റ്റ് ഡ്രോപ്പ് ഡൗൺ എ ഗിയർ. ബ്രേക്സ് ഒക്കെ റേസ് കാർ പോലെയാണ്. ബ്രേക്ക് ചെയ്യുമ്പോൾ കേൾക്കുന്ന ഈ സൗണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ദ സ്ക്വീൽ. അത് ബ്രേക്ക് പാഡ്സിൻ്റെ ഒരു ഇതാണ്. എൻഡ്ലെസ് പാഡ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. സോ അതിൻ്റെ ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ട്. പക്ഷേ ആ സൗണ്ട് അലോങ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ സൗണ്ട് ഇതിനൊരു റേസ് കാർ ഫീൽ കൊടുക്കുന്നുണ്ട്. ഓ മൈ ഗോഡ്, ദ വേ ഇറ്റ് പുൾസ്. നമ്മൾ വേരിയബിൾ റേഷ്യോ സ്റ്റിയറിങ്ങിനെ പറ്റി പറയാറുണ്ട്. സോ ഈ സ്റ്റിയറിങ്ങിന് സ്ലോ സ്പീഡിൽ ഇറ്റ് ഹാസ് ടു ബി ലൈക്ക് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിരിക്കും വേണം, പെട്ടെന്നുള്ള സ്റ്റിയറിംഗ് മൂവ്മെൻറ്റ് പോസിബിൾ ആവണം. ബട്ട് ഹയർ സ്പീഡിൽ പോകുമ്പോൾ ഭയങ്കര ട്വിച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിയറിംഗ് കുറച്ച് പ്രോഗ്രസീവ്ലി സ്ലോ ആവണം. സോ ഇതിന് വേരിയബിൾ റാക്ക് ഉണ്ട്. സോ അത് ആ സ്ലോ സ്പീഡിൽ നിന്ന് ഹയർ സ്പീഡിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയുക ഒരു ചെറിയൊരു സ്പോട്ട് ഉണ്ട് വേർ യു ഫീൽ ദാറ്റ് ദ സ്റ്റിയറിംഗ് ഫീൽ ഈസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്.
പക്ഷേ ഇറ്റ്സ് നോട്ട് ആസ് ബാഡ് ആസ് ഇറ്റ്സ് മെയ്ഡ് ഔട്ട് ടു ബി. കാരണം ഇൻ്റർനെറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേരിയബിൾ ട്രാക്ക് ഭയങ്കര മോശമാണെന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദിസ് ഹാസ് ഗുഡ് സ്റ്റിയറിംഗ് ഫീൽ. ആൻഡ് ഇത് കൺസിഡറിങ് ഇപ്പോൾ സെയിം സ്റ്റിയറിംഗ് നമുക്ക് വേരിയബിൾ സ്റ്റിയറിംഗ്സ് ഓഡിയിൽ വലിയ രസമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഓൺ ദിസ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ്. ആൻഡ് കോർണേഴ്സിലൊക്കെ ഇറ്റ്സ് ജസ്റ്റ് ഗ്രിപ്പ് ആൻഡ് മിഡ് എഞ്ചിൻ്റെ ആ ഒരു ബാലൻസും ഇതൊക്കെ ഒരു വേറെ ലെവലിലാണ് കേട്ടോ. ആൻഡ് ഇറ്റ്സ് എ നൈസ് സ്റ്റിയറിംഗ് വീൽ. നമുക്ക് നോക്കുകയാണെങ്കിലും എസെൻഷ്യൽ ബട്ടൺസ് ഇപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇൻഡിക്കേറ്റർ നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സെൽഫ് ക്യാൻസലിംഗ് ആണ്. നമുക്ക് ഹോണ്ട ആക്റ്റീവയിലൊക്കെ ഉള്ള പോലെ നമുക്ക് നിനക്ക് ഞെക്കിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇൻഡിക്കേറ്റർ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പാഡിൽസ് സ്റ്റിയറിംഗിൻ്റെ ബാക്കിൽ ഫിക്സ്ഡ് ആണ്. അത് കുറേ പേർക്ക് ഇഷ്ടമാണ്, കുറേ പേർക്ക് ഇഷ്ടമല്ല. കാരണം എനിക്ക് സംടൈംസ് ഐ പ്രിഫർ എ പാഡിൽ ദാറ്റ് മൂവ്സ് വിത്ത് സ്റ്റിയറിംഗ് വീൽ. കാരണം ഞാൻ ഇങ്ങനെ വളച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ കറക്റ്റ് പോയിന്റിൽ സ്റ്റിയറിംഗ് ഉണ്ടാവും. പക്ഷേ ചിലർക്ക് ഫിക്സഡ് പാഡിൽസ് ആണ് ഇഷ്ടം. പേഴ്സണൽ ടേസ്റ്റ് ആണ്. ഇതുവരെ അതിലൊരു കോംപ്രമൈസ് എത്തിയിട്ടില്ല. ആൻഡ് ഇൻറ്റീരിയർ തീം നോക്കുകയാണെങ്കിൽ ഫുൾ ഹെക്സഗൺസ് ആണ് എല്ലായിടത്തും. ഇപ്പോൾ AC വെൻസ് ആയാലും ഇവിടെ ആയാലും ഈ ഒരു ചെറിയ ബിറ്റിലായാലും എല്ലായിടത്തും യു സി എ ലോട്ട് ഓഫ് ഹെക്സഗൺ ഷേപ്സ്. ഈവൻ എയർ ബാഗിൻ്റെ കവർ വരെ ഹെക്സഗൺ ഷേപ്പിലാണ്. എല്ലാം 6 സൈഡഡ് ആണ്. നമുക്ക് ആ ഒരു തീം ഇതിൽ ക്യാബിനിൽ മുഴുവൻ റിപ്പീറ്റ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ആൻഡ് ഈ പെർട്ടിക്കുലർ കാറിന് ദിസ് ഹാസ് എ DMC STO കിറ്റ് ഓൺ ഇറ്റ്. അതായത് സൂപ്പർ ട്രോഫയോ ഒമലോഗാറ്റോ എന്ന് പറയുന്ന ലാംബോർഗിനിയുടെ സ്പെഷ്യൽ എഡീഷൻ്റെ അതേ കിറ്റാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിൽ കീനായിട്ട് വ്യൂവേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ദർ ആർ സം ഷട്ട് ലൈൻസ്. ആ ബോണറ്റിൻ്റെ ഭാഗവും ഫെൻഡറിൻ്റെ ഭാഗമൊക്കെ സെപ്പറേറ്റ് ആണ്. വേറെ ഒറിജിനൽ STOയിൽ ഇറ്റ്സ് എ ക്ലാം ഷെൽ. ലാംബോർഗിനിയെ കൊഫാങ്കോ എന്നാണ് വിളിക്കുന്നത്. ഇറ്റാലിയൻ ആണ്. ദാറ്റ്സ് എ കോമ്പിനേഷൻ, ഒരു ഹൈബ്രിഡ് വേർഡ് ആണ്. സോ കൊഫാനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുഡും പാരഫാങ്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെൻഡേഴ്സും ആണ്. അത് രണ്ടും കൂടിയും ജോയിൻ ചെയ്ത് ഒറ്റ സാധനം ആക്കുമ്പോൾ അവരതിനെ കൊഫാങ്കോ എന്ന് വിളിച്ചിരുന്നു. ഇതിന് കൊഫാങ്കോ അല്ല, ദിസ് ഈസ് എ കിറ്റ് ഓൺ ദാറ്റ്. പക്ഷേ ഫോർ എവറി പർപ്പസ് ഇറ്റ് ലുക്സ് ലൈക്ക് STO. നമുക്ക് മുകളിൽ ഹുഡ് ഇൻടേക്ക് ഉണ്ട്. സോ ഒറിജിനൽ STOക്ക് ഇവിടെ ഒരു എയർ ഇൻടേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് ദെയർ. ബാക്കിലെ മ്യൂറ സ്റ്റൈലിലുള്ള വെൻസും ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഇറ്റ് ലുക്സ് ഡിഫറെൻറ്റ്. ആൻഡ് ഇതിൻ്റെ ഓണർ നിർമ്മകൃഷ്ണൻ എന്നോട് പറഞ്ഞത് ഈ സ്പോയിലർ വന്നപ്പോഴത്തേക്കും ഡൗൺ ഫോഴ്സിൽ കാര്യമായിട്ട് വ്യത്യാസമുണ്ട് കോർണറിലൊക്കെ ഫാസ്റ്റായിട്ടൊക്കെ പോകുമ്പോൾ. സോ STO കിറ്റിന് പുറമെ ഇതിന് HREയുടെ വിൻറ്റേജ് സീരീസിലുള്ള ഒരു അലോയ്സും വന്നിട്ടുണ്ട്. ഗോൾഡൻ കളറാണ്. സംഭവം ഒരു ഡിഫറെൻറ്റ് കോമ്പൗണ്ട്. നമ്മൾ ജപ്പാനിലൊക്കെ കാണുന്ന മറ്റേ കുറേ ലാംബോകളുടെ പോലത്തെ ഒരു സ്റ്റൈലിങ്ങിലൊക്കെ പോയിട്ടുണ്ട്. പേഴ്സണലി ഞാൻ സ്റ്റോക്ക് ഹുറാക്കാൻ്റെ തന്നെ വലിയ ഫാനാണ്. ഐ ഡോണ്ട് നോ വൈ യു ഷുഡ് ഡു സംതിങ് ലൈക്ക് ദിസ്. കാരണം കാർ ഇറ്റ് സെൽഫ് ഈസ് സ്പെഷ്യൽ. പക്ഷേ അഗെയിൻ ഓണർ ലൈക്സ് ടു ആഡ് ഹിസ് പേഴ്സണൽ ടച്ച്. അപ്പോൾ അങ്ങനെ ചെയ്ത വണ്ടിയാണ്. ഫ്രണ്ടിൻ്റെ ഒന്ന് ശ്രദ്ധിക്കണം. പക്ഷേ ദർ ഇസ് എ ലിഫ്റ്റ് കിറ്റ് ഓൺ. നമുക്ക് ഫ്രണ്ട് വേണമെങ്കിൽ പതുക്കെ റേസ് ചെയ്യാൻ പറ്റും. ഇതിന് മാഗ്നറ്റോ ഡാമ്പേഴ്സ് ഉണ്ട്. സോ അഡാപ്റ്റബിൾ ഡാമ്പേഴ്സ് ആണ്. ഇതിൽ 3 ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്. സോ ഫെറാറിക്ക് മാനറ്റിനോ ബട്ടൺ പോലെ ലാംബോർഗിനിക്ക് അനിമേ ബട്ടൺ ആണ്. അനിമേ എന്ന് പറയുന്ന സോൾ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതായത് 3 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് പോസിബിൾ ആണ്. സോ സ്ട്രാഡ എന്ന് പറയുന്നത് റോഡാണ്, റോഡ് യൂസിന് വേണ്ടിയിട്ടുള്ളതാണ്. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. സ്പോർട്ട് ഗിവ്സ് യു ദ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്. സ്പോർട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ദർ ഇസ് 70% റിയർ ബയാസ് കിട്ടും പവർ സ്പ്ലിറ്റിന്. ആൻഡ് ദർ ഇസ് കോഴ്സ. കോഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ട്രാക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ അഗ്രസീവായിട്ടുള്ള ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കോഴ്സിലാണ് കിട്ടുക. ഈ 3 മോഡുകളിലും ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ്. നമുക്ക് പവറിലായാലും സ്റ്റിയറിംഗ് ഫീലിലായാലും സസ്പെൻഷനിലായാലും ഗിയർ ബോക്സിൻ്റെ ക്യാരക്ടറിലായാലും നമുക്ക് നല്ല കാര്യമായിട്ടുള്ള ഡിഫറൻസുകൾ നമുക്ക് ഫീൽ ചെയ്യും. സോ ഈ ഒരു പോയിന്റിൽ 540 ടോൺ സ്ട്രാഡ ഭയങ്കര കംഫർട്ടബിൾ ആയി ഒറ്റയടിക്ക്. പാലത്തുമുള്ള എക്സ്പാൻഷൻ ജോയിൻറ്റും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. ഇത് കഴിഞ്ഞിട്ട് യു ക്യാൻ ചേഞ്ച് ദ മോഡ്. ആ മാറ്റം നമുക്ക് പെട്ടെന്ന് അറിയാനും പറ്റും. ലൈക്ക് ഇറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. ദാറ്റ്സ് വാട്ട് മേക്സ് ദിസ് യൂസബിൾ. കാരണം പണ്ട് കാലത്തൊക്കെ നമ്മൾ ലാംബോർഗിനികളൊക്കെ ഭയങ്കര ഓടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഡോണ്ട് ഫീൽ ദാറ്റ് ഇൻ ദ ഹുറാക്കാൻ എനിമോർ. അതാ ഒരു ഓഡി ഇൻഫ്ലുവൻസ് ആണ്. സോ ഓഡി വെൻ ദേ ടുക്ക് ഓവർ ലാംബോർഗിനി, ആൾക്കാർ പറഞ്ഞു ഭയങ്കര റേജിംഗ് ബുള്ളിനെ എടുത്തിട്ട് അവർ സാധാരണ ജർമ്മൻ കാറ്റാക്കി മാറ്റി എന്നൊക്കെ. പക്ഷേ നത്തിങ് ലൈക്ക് ദാറ്റ്. ഇറ്റ് സ്റ്റിൽ ഫീൽസ് ഫാസ്റ്റ്, ഇറ്റ് സ്റ്റിൽ ഫീൽസ് അഡ്വഞ്ചറസ്. ജസ്റ്റ് ദാറ്റ് ഇറ്റ്സ് എ ബിറ്റ് മോർ യൂസബിൾ. ഇപ്പോൾ കുറച്ചും കൂടിയും നമുക്ക് യൂസബിളായി. ആൻഡ് വിസിബിലിറ്റി ഒന്നും വലിയ കുഴപ്പമില്ല. നമ്മൾ വളരെ ലോ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ മാരുതിയുടെ പല വണ്ടികൾ ഇപ്പോൾ എക്സ്പ്രസോവും ഇഗ്നിസൊക്കെ SUV എന്ന് പറയുമ്പോൾ കളിയാക്കും. പക്ഷേ ഇതിലിരുന്ന് കഴിഞ്ഞാൽ ദേ ലുക്ക് ലൈക്ക് SUVs. എനിക്ക് തോന്നുന്നു മാരുതി ഇറ്റ്സെൽഫ് ആസ് എ ലാംബോർഗിനി. സോ അതുകൊണ്ടായിരിക്കും അവർക്ക് അതിനൊക്കെ SUV എന്ന് വിളിക്കാൻ തോന്നുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനോട് യൂസ്ഡ് ആവും. ഏറ്റവും വലിയ ഹെൽപ്പ് എന്ന് പറയുന്നത് ഈ മിറേഴ്സാണ്. ഇത് ആഫ്റ്റർ മാർക്കറ്റാണ്, പക്ഷേ ഇതൊരു ക്യാമറയാണ്. സോ ദാറ്റ് വേ നമുക്ക് ബാക്കിൽ ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇത് കവർ ചെയ്തിട്ടേക്കണം നമുക്കൊന്നും കാണുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. യു ക്യാൻ സീ എവറിത്തിങ് വെരി ക്ലിയർലി. ദാറ്റ് ആഡ്സ് ടു ദ കോൺഫിഡൻസ്. നമുക്കിപ്പോൾ അത്യാവശ്യം ബാക്കിലുള്ള വണ്ടികളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിലുള്ള വണ്ടികളെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം യു ജസ്റ്റ് ലീവ് ദം ലൈക്ക് ദിസ്. This is the way to enjoy it. ആൻഡ് ഡൗൺ ഷിഫ്റ്റുകളൊക്കെ വേറെ ലെവലാണ്. ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ക്രാക്കിലൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും.
ദിസ് ഈസ് റണ്ണിങ് എ ഡിഫറെൻറ്റ് മാപ്പ്. ഇപ്പോൾ കുറച്ചൊരു അഗ്രസീവായിട്ടുള്ളൊരു മാപ്പ് ECUവിനും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗിയർ ബോക്സിനും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ വെയിറ്റ് ഹാസ് ട്രാൻസ്ഫോം ദ കാർ ഈസ് ഓൺ എ ഡിഫറെൻറ്റ് ലെവൽ. സോ നമ്മളിപ്പോൾ ആ ടോളിൻ്റെ അവിടെ എത്തി, ടോൾ ബൂത്ത് എത്തുന്നു. ഇതിലാകെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പൊക്കണം. ഫ്രണ്ട് പൊക്കിയില്ലെങ്കിൽ ആ ചിൻ സ്പ്ലിറ്റർ ചിലപ്പോൾ അവിടെ ഇരിക്കും. ടോളിൻ്റെ കാശിന് പുറമെ നമുക്ക് കുറച്ച് കാർബൺ ഫൈബറും കൊടുക്കേണ്ട കാര്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് ഒന്ന് പൊക്കുകയാണ്. ആക്ച്വലി ലാംബോർഗിനി മേടിച്ച് കഴിഞ്ഞാൽ ബാരിയറിൻ്റെ അടിയിൽ കൂടെ പോകാൻ പറ്റും എന്നുള്ളതാണ് ഒരു കാര്യം. അങ്ങനെ നമുക്ക് പൈസ സേവ് ചെയ്യാം. ഈ ലാംബോർഗിനിയുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഗെറ്റ് ചേസ് ഡൗൺ ബൈ റെഗുലർ കാഴ്സ്. കുറേ പേർക്കൊക്കെ ഫോട്ടോ എടുക്കാൻ, കുറേ പേർക്കൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവരും നമ്മളതിൽ ഫാസ്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറേ പേര് പോകുന്നുണ്ടാവും. ആൻഡ് പീപ്പിൾ ചേസ് യു ഡൗൺ. ഒരു ഇൻട്രോവേർട്ട് ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ബൈ എ ലാംബോർഗിനി, എസ്പെഷ്യലി റെഡ് വിത്ത് എൻ STO കിറ്റ് ഓൺ ഇറ്റ്. ഈ എഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു 70% ടോർക്കോളം നമുക്ക് 1000 RPM തൊട്ട് അവൈലബിൾ ആവും. ടർബോ ഒന്നും ഇല്ലാത്തൊരു എഞ്ചിനാണെന്ന് ആലോചിക്കണം. നാച്ചുറൽ ആസ്പിറേറ്റഡ് ആണ്. അതാണ് ആ എഞ്ചിൻ കപ്പാസിറ്റിയുടെ ഗുണം. നമ്മളെപ്പോഴും മറ്റേ ഐ ക്യാൻ മേക്ക് ദാറ്റ് പവർ വിത്ത് ഒരു സ്മോളർ എഞ്ചിനും കുറച്ചുകൂടി വലിയ ടർബോയും കൊടുത്തു കഴിഞ്ഞാൽ പവർ കിട്ടുമെന്ന് പറയും. പക്ഷേ യു വിൽ നെവർ ഗെറ്റ് ദിസ്. ആൻഡ് ത്രോട്ടിൽ റെസ്പോൺസ് ലൈക്ക് ഇപ്പോൾ നൗ വി ആർ ഇൻ 4th ഗിയർ. ഞാനൊന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് പുൾസ് ലൈക്ക് ദിസ്. കേട്ടോ, ബ്രേക്സിൻ്റെ ഫീല് ലാംബോർഗിനിയുടെ ഒരു വലിയൊരു പ്രശ്നമാണ്. കാരണം നമുക്ക് യു കാൺ സ്ലാം ഓൺ ദ ബ്രേക്സ്. പെട്ടെന്ന് സ്ലാം ചെയ്ത് കഴിഞ്ഞാൽ ABS പെട്ടെന്ന് കിക്കിൻ്റെ ആവും. വാട്ട് ഹാപ്പൻസ് ചെയ്ത് നമുക്ക് ആ ഇനീഷ്യൽ കുറച്ച് ഭാഗത്തേക്ക് ഒരു ഫീലും ഇല്ല. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ABS പെട്ടെന്ന് കിക്കിൻ്റെ ആവണ പോലത്തെ ഒരു ഫീലാണ്. സോ യു ഹാവ് ടു ബി ജെന്റിൽ വിത്ത് ദ പെഡൽ. അത് കഴിഞ്ഞിട്ട് വൺസ് യു ഗെറ്റ് എ ഹാങ് ഓഫ് ഇറ്റ്സ് വെരി ഈസി. സോ ഞാൻ പതുക്കെ ഓടിക്കരുതെന്നാണ് ഓണർ കംപ്ലൈൻറ്റ് പറഞ്ഞത്. അത് നമുക്ക് അങ്ങനെ മാറ്റി കൊടുത്തേക്കാം. ആൻഡ് ഇവർ നല്ല ഹൈവേ ഡ്രൈവേഴ്സാണ്. ഐ എം നോട്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് റോഡിൽ ബാക്കി വണ്ടികളൊക്കെ ഞാൻ വേരിയബിൾസ് ആയിട്ട് കാണുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കൂടെ അത്രയും സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ വിൽ ഡു അവർ ബെസ്റ്റ്. ഇനിയും പൊളിയാണ്. ഓൾ ഐ ഹാവ് ടു ഡു ഈസ് കീപ്പ് അപ്പ് വിത്ത് ദാറ്റ് M5 സ്ലൈറ്റ്ലി ഫാസ്റ്റർ.